സുപ്രഭാതത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മുടെ ചർച്ച. ഒന്ന്, സുപ്രഭാതം നമ്മുടെ പത്രമാണ്, അത് നിലനിർത്തിക്കൊണ്ട് പോകണം. കാരണം സമസ്തക്ക് സുപ്രഭാത പത്രം കൊണ്ട് ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പത്രത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ ആ പത്രത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനൊരു പോളിസി ഉണ്ട്. ഇതാണ് സുപ്രഭാതത്തിന്റെ പോളിസി. ഈ പോളിസിയിൽ പ്രധാനപ്പെട്ടത് ഞാൻ വായിക്കാം, ബന്ധപ്പെട്ടത് ശ്രദ്ധിച്ചോളൂ. സുപ്രഭാതത്തിന്റെ പോളിസി തന്നെ 1, 2, 3. മൂന്നാമത്തെ പോളിസി, 1, 2 വായിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വേണേ വായിക്കാൻ സമയം കളയേണ്ട, അത് പൊതുകാര്യങ്ങളാണ്. മൂന്നാമത്തെ പോളിസി, മുസ്ലിം ലീഗിന് മറ്റു പാർട്ടികളെക്കാൾ പരിഗണന നൽകണം. അങ്ങനെ തന്നെയുള്ളത് സുപ്രഭാതത്തിന്റെ പോളിസിയാണ്. മുസ്ലിം ലീഗിന് മറ്റു പാർട്ടികളെക്കാൾ പരിഗണന നൽകണം. അതെന്തുകൊണ്ടാ? നേരത്തെ പറഞ്ഞ ഈ അടിസ്ഥാനത്തിൽ തന്നെ. നാലാമത്തേത്, മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് വിഷയാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കാം. വിഷയാധിഷ്ഠിത നിലപാട് സ്വീകരിക്കാം. പിന്നെ അഞ്ചാമത്തേത്, രാഷ്ട്രീയ പാർട്ടിയുടെ വാർത്തകൾ സമത്വയുടെ നയത്തിനനുസരിച്ച് കൊടുക്കാം. ആരുടെയും വാർത്തകൾക്ക് വിലക്ക് കാണേണ്ടതില്ല. അല്ല, സമത പൂക്കോട്ടിന്റെ കയ്യിൽ ഒരുപാട് രേഖകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മൂപ്പര് ഇന്റർവ്യൂവില് സുപ്രഭാതം പോളിസി മൂപ്പരുടെ കയ്യിലെ രേഖയിൽ നിന്ന് എടുത്തിട്ട് സുപ്രഭാതം പോളിസി എന്ന് പറഞ്ഞ് വായിച്ചു. അപ്പൊ അതിൽ മൂപ്പര് തന്നെ നമ്പർ ഇട്ട് പറഞ്ഞു, മൂന്നാമതായിട്ട് പറഞ്ഞ തന്നെ മുസ്ലിം ലീഗിന് മുൻഗണന കൊടുക്കണമെന്ന് സുപ്രഭാതത്തിന്റെ പോളിസിയിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കണേ എന്ന് മൂപ്പര് എന്ത് ചെയ്തു, ആ കൂട്ടത്തിലൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൊ നമ്മൾ ആലോചിക്കണ അതല്ല, ഈ സുപ്രഭാതം പത്രം പിന്നെ വായിക്കുന്ന ആളുകൾ എന്നുള്ളതൊക്കെ മുസ്ലിം ലീഗിന് തന്നെ അല്ലേ സുപ്രഭാതത്തിൽ എപ്പോഴും മുൻഗണന കൊടുക്കണത്? വായനക്കാരന് എന്നുള്ള നിൽക്കും, ഒരു വരിക്കാരൻ എന്നുള്ള നിൽക്കും, എനിക്ക് നല്ല ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന പത്രം എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ബോധ്യം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ലീഗിന് മുൻഗണന കൊടുക്കണതുകൊണ്ടല്ലേ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ CPM-നെതിരെയുള്ള ഒരുപാട് എഴുത്തുകൾ സുപ്രഭാതത്തിൽ വരുന്നുണ്ട്. എന്നാൽ ലീഗിനെതിരെ അങ്ങനെ എഴുത്ത് വരലുണ്ടോ? ഇല്ല. അത് ലീഗിന് മുൻഗണന കൊടുക്കണോണ്ടല്ലേ. CPM-ന്റെ പോലെ സംസ്ഥാന സമ്മേളനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസോ ഒക്കെ നടക്കുന്ന സമയത്ത് സുപ്രഭാതം സ്പെഷ്യൽ പതിപ്പ് സപ്ലിമെന്റ് ഒന്നും ഇറക്കിയിട്ടില്ല ഇതുവരെ. പക്ഷെ ലീഗിന്റെ സമ്മേളനത്തിന് സുപ്രഭാതം സപ്ലിമെന്റ് ഇറക്കിയിട്ടുണ്ട്, സ്പെഷ്യൽ പതിപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് ലീഗിന് മുൻഗണന കൊടുക്കണോണ്ട് തന്നെയല്ലേ. അതേപോലെ പിന്നെ പിണറായി വിജയനെ വിമർശിച്ചാണ്ട് പലതവണ സുപ്രഭാതത്ത് മുഖപ്രസംഗം വന്നിട്ടുണ്ട്. എന്നാൽ കുഞ്ഞാലിക്കുട്ടിനെ അല്ലെങ്കിൽ സാദിഖലി തങ്ങളെ ഇവരാരും വിമർശിച്ചാണ് സുപ്രഭാതം ഇതുവരെ മുഖപ്രസംഗം എഴുതിയണോ? ഇല്ലല്ലോ. അത് ലീഗിന് മുൻഗണന കൊടുക്കണോണ്ടല്ലേ. ലീഗിന്റെ പിന്നെ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിമർശിച്ച് വരെ സുപ്രഭാതത്തിൽ ലേഖനം വരലുണ്ട്. അപ്പോൾ പോലും ലീഗിനെതിരെ ഒന്നും എഴുതാതിരിക്കാൻ സുപ്രഭാതം എപ്പോഴും ശ്രദ്ധിക്കലുണ്ട്. അത് ലീഗിന് മുൻഗണന കൊടുക്കണോണ്ടല്ലേ. അതേപോലെ പിന്നെ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാരും സമസ്ത നേതാക്കന്മാരെ രൂക്ഷമായി വിമർശിച്ചാണ് അടുത്ത കാലത്തൊക്കെ പലതും പറയുന്നത് നമ്മൾ കണ്ട്. ഇപ്പോ കഴിഞ്ഞ വർഷമല്ലേ PMA സലാം ജിഫ്രി തങ്ങൾക്കെതിരെ ഒരു പരാമർശം നടത്തിയത്? അതായത് മുഖ്യമന്ത്രി ഫോൺ ചെയ്യുന്നതന്നെ വലിയ കാര്യം വിചാരിക്കണ കുറച്ച് ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് അന്ന് മാധ്യമങ്ങൾ ഒന്നടങ്കം PMA സലാമിന്റെ ആ പ്രസ്താവന ഏറ്റെടുത്ത് ഭയങ്കര ചർച്ചയാക്കി, പത്രങ്ങൾ എഴുതി. ആ സമയത്ത് മറ്റൊരു ഏതെങ്കിലും ഒരു സംഘടനയുടെ പാർട്ടിന്റെ പത്രമാണെങ്കിൽ എന്ത് ചെയ്യും? PMA സലാമിനെതിരെ ലേഖനോ അല്ലെങ്കിൽ റിപ്പോർട്ടൊക്കെ കൊടുക്കും, ലേഖനമൊക്കെ എഴുതും അല്ലേ. സുപ്രഭാതം എന്നിട്ട് പോലും സലാമിനെതിരെ ഒരു ലേഖനം എഴുതിയോ? സലാമിനെതിരെ പിന്നെ അങ്ങനെ സമസ്തന്റെ അണികളെ ഇളക്കി വിടുന്ന വലിയ വികാരം ഉണ്ടാക്കുന്ന ലേഖനങ്ങളോ റിപ്പോർട്ടുകളോ സുപ്രഭാതം കൊടുത്തോ? ഇല്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ല. നേതാക്കന്മാർ അന്ന് സുന്നി പിന്നെ SKSF-ന്റെ SUS-ന്റെ ഒക്കെ നേതാക്കന്മാർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മറ്റ് പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച പോലെ പ്രസിദ്ധീകരിച്ചു എന്നല്ലാതെ സുപ്രഭാതം സലാമിനെതിരെ ലേഖനം എഴുതിയേ അല്ലെങ്കിൽ വലിയ സ്റ്റോറി ചെയ്തേ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. ഇവിടെ മറ്റേതെങ്കിലും ഒരു സംഘടനയുടെ നേതാവിനെയാണ് അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ആ സംഘടനയുടെ കീഴിലുള്ള പത്രം എങ്ങനെയാണോ പ്രതികരിക്കുക? അല്ലല്ലോ. അവിടെ പോലും പിന്നെ അതിന്റെ ആ തമ്മിലുള്ള തർക്കത്തിൽ കക്ഷി ചേരാതിരിക്കാൻ സുപ്രഭാതം ശ്രദ്ധിച്ചിട്ടില്ലേ? സലാമിനെതിരെ ലീഗിനെതിരെ എന്തെങ്കിലും അന്ന് എഴുതിയോ? എഴുതുകയാണെങ്കിൽ അന്നൊക്കെ എഴുതിയണോ? ഇല്ലല്ലോ. അതും ലീഗിന് മുൻഗണന കൊടുക്കണോണ്ടല്ലേ. ഏതൊരു വിഷയത്തിലും എന്തിലും നമ്മൾ ഇതുപോലെ ഉദാഹരണങ്ങൾ ഒരുപാട് പറയാൻ കഴിയും, എത്രയോ ഉദാഹരണം പറയാൻ കഴിയും. ദിവസം സുപ്രഭാതം വായിക്കുന്ന ആളുകൾക്കൊക്കെ ധാര്യം ചെയ്യാം. സമത പൂക്കോട്ടൂരും ദിവസം പത്രം ഈ സുപ്രഭാതം വായിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്, നമുക്ക് മനസ്സിലാവണത്. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് കാര്യമായ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. മൂപ്പർക്ക് എന്നല്ല ഈ കാഴ്ചപ്പാടുള്ള. എന്നിട്ടും ഇങ്ങനെ ആയാലും പോരാ സുപ്രഭാതം ഇനി മാറണം എന്നാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സുപ്രഭാതം മറ്റേ ചന്ദ്രികനെ പോലെ ഒരു പാർട്ടി പത്രമായിട്ട് ഇറങ്ങണം എന്നാണ് മൂപ്പര് പറയാതെ പറയണമെന്നല്ലേ നമ്മളിപ്പോ മനസ്സിലാക്കണ്ടേ. അപ്പൊ എത്രത്തോളം ഇവരൊക്കെ എത്രത്തോളം പിന്നെ ഇതൊക്കെ അധപതിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണത്തിന് വേറെ എടുക്കും പോകണ്ട. മൂപ്പരെ തന്നെ പ്രസംഗങ്ങളും മൂപ്പരെ ഈ മാധ്യമങ്ങളോടുള്ള സംസാരം മാത്രം കേട്ടാൽ മതി. എത്രത്തോളം അധപതിച്ചു എന്നറിയാൻ മറ്റുള്ള ആളുകൾ മൂപ്പരെ പറ്റി പറഞ്ഞ് കേൾക്കണ്ട, സമത പൂക്കോട്ടിൽ പറഞ്ഞ് മാത്രം കേട്ടാൽ മതി. മനസ്സിലായോ? ഏതായാലും ഇങ്ങനെയാണ് കോലം എന്നുണ്ടെങ്കിൽ സമത പൂക്കോട്ടൂരിനൊക്കെ
മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാലത്തൊക്കെ മൂപ്പര് പ്രസംഗം ഉണ്ട് എന്നൊക്കെ കേട്ടാൽ നമ്മൾ സമീപ പ്രദേശത്തൊക്കെ എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ അവിടുത്തെ പരിസരത്തുള്ള സമസ്തക്കാരൊക്കെ അത് കേൾക്കാൻ ആവേശത്തോടെ അവർക്ക് പോകുമായിരുന്നു. അതുപോലെ വലിയ വലിയ മഹാസമ്മേളനങ്ങൾ നടക്കുമ്പോൾ പിന്നെ അവസാനമാണ് പൂക്കോട്ടിലൊക്കെ പ്രസംഗിക്കുക. ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം പ്രവർത്തകർ അവിടെ കാത്തുക്കുമായിരുന്നു, എത്ര നേരം വൈകിയാലും. ഇന്ന് പല സ്ഥലങ്ങളിലും മൂപ്പര് പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ പ്രവർത്തകർ ആ പ്രസംഗം കേൾക്കാൻ നിൽക്കാതെ പിന്നെ അവിടുന്ന് ഇറങ്ങിപ്പോണ കാഴ്ചയൊക്കെ നമ്മൾ ചില വീഡിയോകളിലൊക്കെ കണ്ട്. അത് മനസ്സിലാക്കുക, ആ വേദിയിൽ നിന്ന് മാത്രമല്ല സമത് പൂക്കോട്ടൂരൊക്കെ സമസ്തന്റെ പ്രവർത്തകരെ മനസ്സിൽ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം ഒഴിഞ്ഞിരിക്കുന്ന സമയത്തൊന്ന് ആലോചിക്കണേ നന്നാവും.